കൃഷ്ണേ, ദേ അത് നോക്ക്. ഇവിടെ ശൃംഗാരം നടക്ക. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. അതാരോടോ നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വന്നത്? പേടിക്കണ്ടേ സർ, ഇത് നമുക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാ. ഒന്ന് ദീപു, മറ്റേ ആള് കൃഷ്ണ. ഹായ് സാർ, നമസ്കാരമുണ്ട്. ആ ദീപു, നമസ്കാരം. സുഖല്ലേ? കാണാനേ ഉണ്ടായിരുന്നല്ലോ. സാർ, ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് നിശ്ചയം കല്യാണമൊക്കെ അടിച്ചു പൊളിക്കണം. ശരി, ആയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാ ദീപു പ്ലാൻ ചെയ്തോ. കട്ടൊക്കെ കൂടെയാണ് ഞാൻ. ഉറപ്പാണല്ലോ സാർ? ഉറപ്പ്. താങ്ക് യു സാർ, ഞാൻ ഏറ്റ കാര്യങ്ങള്. ഓക്കെ ശ്രീലക്ഷ്മി, അപ്പൊ നിങ്ങൾ സംസാരിക്കേ. എനിക്ക് അല്പം തിരക്കുണ്ട്, പിന്നെ വിളിക്കാം. ഓക്കെ ശരി സർ. ബൈ. എന്താടി ഞങ്ങള് വന്നത് ശല്യായോ നിനക്ക്? തീർച്ചയായിട്ടും ഭയങ്കര ശല്യായി. ഞങ്ങളുടെ പഞ്ചാര പ്രേമം മുറുകി വരികയായിരുന്നു. നീയൊക്കെ കൂടി നശിപ്പിച്ചു. അയ്യോ പോട്ടടി ചക്കരെ, ഇനി കുറച്ചു ദിവസം കൂടി ഞങ്ങള് സഹിച്ചാ മതിയല്ലോ. പിന്നെ നിന്നെ ഇവിടുന്ന് രവിവർമ്മൻ സാറ് ഉടലോടെ പൊക്കിക്കൊണ്ട് പോവുകയല്ലേ. അതാലോചിക്കുമ്പോഴാ കൃഷ്ണ ഒരു വിഷമം. അപ്പോ ഇവിടെയുള്ളവരെ മറക്കില്ല പോകില്ല എന്നൊക്കെ മുമ്പ് ഡയലോഗ് അടിച്ചല്ലോ. അതൊക്കെ വേറെ ഡയലോഗ് അല്ലേ കൃഷ്ണേ? വല്ല നടക്കുന്ന കേസാണോ? എങ്കിൽ നമുക്കൊരു കണ്ടീഷൻ വെച്ചാലോ. കല്യാണം കഴിഞ്ഞ രവിവർമ്മൻ സാറ് ശ്രീയുടെ വീട്ടിൽ വന്ന് താമസിക്കണം. എന്ത് പറയുന്നു? ബെസ്റ്റ് ഐഡിയ. രവിവർമ്മ സാറേ ഇപ്പൊ ഇവിടെ താമസിക്കാൻ പോവാല്ലേ? പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? ശ്രീ ഇല്ലെങ്കിൽ ഈ കോളനിയിൽ ഒരു രസമില്ലടാ. രസമില്ലെങ്കിൽ നമുക്ക് സാമ്പാർ വെക്കാം കൃഷ്ണ. പാചകത്തിന് വരുന്ന അപ്പൂപ്പനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ കൊച്ചു പെമ്പിള്ളാരെ വയസ്സന്മാരെ കല്യാണം കഴിക്കുന്നത് ട്രെൻഡാ. ഇതെന്താണെന്ന് അറിയാമോ നിനക്ക്? ഇതാണ് രവിവർമ്മനുള്ള ജിഡിയുടെ വജ്രായുധം. കൊലയാളിയായ യൂത്ത് ഐക്കൺ രവിചന്ദ്രവർമ്മൻ. ഈ ഒരൊറ്റ ആയുധം മതി അവന്റെ വിവാഹം മുടങ്ങാൻ. സ്വന്തം ഭാര്യയെ അരുങ്കൊല ചെയ്തവൻ ആരെങ്കിലും ഇനി പെണ്ണു കൊടുക്കൂ? അവന്റെ ഒരു മഹാമനസ്കത, ദാനശീലം, എന്തൊക്കെ കിരീടങ്ങളാണാവോ അവനെ കിട്ടിയിരിക്കുന്നത്. അവൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. അതാ ഇവിടെ ആരും മനസ്സിലാക്കാത്തത്. ഇന്നലെ വരെ ഈ സത്യം അറിയാവുന്നത് ഭൂമിയിൽ ഒരേ ഒരാളായിരുന്നു. അത് ഈ ഞാനാ. ഇനി ഞാനത് ഈ ലോകത്തിന് തന്നെ അറിയിക്കാൻ പോവുകയാണ്. ഇനി അവൻ ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞങ്ങൾ തമ്മിലുള്ള കളിയിൽ ഇതുവരെ അവനാ ജയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എപ്പോഴും ഒരാൾ തന്നെ ജയിച്ചാൽ ഈ ഗെയിമിനൊരു ത്രില്ലല്ലോ. എന്ത് ചെയ്യാനാ സാർ ഉദ്ദേശം? ഉദ്ദേശം വലുതാ, ചെയ്യൽ ചെറുതും. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ ഈ വാർത്ത കിട്ടിയാൽ പിന്നെ ഏത് പെണ്ണാണ് അവന്റെ മുന്നിൽ താലി കെട്ടാൻ കഴുത്ത് കാണിച്ചു കൊടുക്കുന്നത്? ആ താലിച്ചരട് കൊലക്കയറാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കുണ്ടെന്നുള്ളത് തീർച്ചയാ. ഞാനിതുടൻ ആ പെൺകുട്ടിയുടെ കൈകളിൽ എത്തിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പേപ്പറും പേനയും എടുക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് എഴുതണം. പെട്ടെന്നാവട്ടെ. അങ്കിളെ, ആന്റി, രവി സാറൊക്കെ വന്നു.
നമസ്കാരം അമ്മേ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ആഹാ, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇവിടെ വരുന്നത്. അതെ അതെ, എങ്കിൽ പിന്നെ ഞാനും ചോദിച്ചോളയാം, എന്തുണ്ട് ശ്രീലക്ഷ്മിയുടെ അച്ഛാ വീട്ടിലെ വിശേഷങ്ങള്? ആ ഇവിടെ വലിയൊരു കല്യാണം നടക്കാൻ പോവല്ലേ? ഇന്നതിന്റെ മോതിരം മാറല് നിശ്ചയമല്ലേ? ആണോ? ആരുടേതാ? അറിഞ്ഞില്ലല്ലോ. ആരുടേതാണെന്ന് വാവുകൊണ്ട് പറയില്ല. ആളിന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം. ദേ, 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 ദേ. ശ്രീലക്ഷ്മി ഭാഗ്യമുള്ളവളാ. അവസാനം ലോട്ടറി തന്നെ അടിച്ചു കണ്ടില്ലേ? അതും വെറും ലോട്ടറി അല്ല, ബമ്പർ ലോട്ടറിയാ. അതെ അതെ, അതിലൊക്കെ ഒരു യോഗം വേണം. നമുക്കും അങ്ങോട്ട് ചെല്ലാം. അവർ ക്ഷണിച്ചതല്ലേ? ക്ഷണിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ ചേട്ടൻ വരണ്ട. ഇവിടെ നിന്നാ മതി. ഞാനൊന്ന് പോയി തല കാണിച്ചിട്ട് വരാം. അതെന്താണ് ഞാൻ വന്നാല്? ദേവി, ഇത് ഇനിയെങ്കിലും അവരെ ഉപദ്രവിക്കരുത് ചേട്ടാ, പ്ലീസ്. അയ്യോ പപ്പി, ഞാൻ ഒരു കുഴപ്പം കാണിക്കില്ല. അന്ന് സച്ചിയുടെ കല്യാണം മുടക്കി തന്നെ ഈ കല്യാണം നടക്കാനല്ലേ? ഇനി നിനക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ഒരു കുഴപ്പവും കാണിക്കില്ല. പഞ്ചപാവായിട്ട് നിക്കേയുള്ളൂ. ഒരു പഞ്ചപാവം ആരും കേക്കണ്ട. വരൂ, അകത്തേക്കിരിക്കാം. അതെ അതെ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ അമ്മേ. വരൂ. ഒരു മിനിറ്റ്. അല്ല, ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. മോളെ ശ്രീ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ. നമസ്കാരം അമ്മേ. നമസ്കാരം. ബ്രദറിലോ കാത്തു നിന്ന ആളെത്തി. ഇനി അകത്തോട്ട് കേറാം നമുക്ക്. വരൂ അമ്മേ. വരൂ. അവിടെ നിൽക്കേ. എന്താ മാഡം, അകത്തേന്ന് എത്തി നോക്കുന്നുണ്ടല്ലോ. എന്തേലും പറയണ്ട. എങ്കിൽ പറഞ്ഞോളൂ, നാണിക്കണ്ട. ഇവിടെ ഒന്നും ആരുമില്ല. ഐ ലവ് യു എന്നാണോ പറയാനുള്ളത്? എങ്കിൽ പറഞ്ഞോ, എനിക്ക് ദേഷ്യം വരുത്തൊന്നുമില്ല. ഐ ലവ് യു. ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞിട്ടേ നന്നായിരിക്കുന്നു കാണാൻ. ഈ അവസാന നിമിഷത്തിൽ അതൊന്നും ശരിയാവില്ല മോളെ. രാജാറാം, തിരുമേനിയെ പെട്ടെന്ന് വരുത്താനുള്ള ഏർപ്പാട് ചെയ്യണം. ശരിയമ്മേ, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം.
എങ്ങോട്ടേക്കാ? ഒരു ഉപകാരം ചെയ്യൂ, എന്നെ നീരേറ്റ് കോളനിയുടെ അടുത്തൊന്ന് വിടൂ. അതെ, അത്യാവശ്യമായിട്ട് അവിടം വരെ ഒന്ന് പോകണം. ഒരു ലിഫ്റ്റ് തരുമോ? നീരേറ്റ് കോളനിയിൽ നിന്നാണോ നിങ്ങൾ പറഞ്ഞത്? അതെ സാറേ. അവിടെ ആരുടെ വീട്ടില്? അവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ട്, സുദർശനൻ. ഇന്ന് അയാളുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്. കേറിക്കോളൂ. വളരെ ഉപകാരം. ഈ സുദർശന്റെ മോളെന്ന് പറയുമ്പോ അതാ ശ്രീലക്ഷ്മി അല്ലേ? ആ പേരതി എന്നെ. ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ചെറുക്കന്റെ അമ്മയുടെ ഏർപ്പാടിൽ ജാതകം നോക്കിയിട്ട് വരുന്ന വഴിയാ. വർമ്മൻ ഗ്രൂപ്പിലെ ഗായത്രി ദേവി അമ്മ പറഞ്ഞിട്ട്. ഓ, വർമ്മൻ ഗ്രൂപ്പിലെ ഗായത്രി ദേവി അമ്മ പറഞ്ഞിട്ടോ? ആ, അവിടെ ഇന്ന് രവിചന്ദ്ര വർമ്മൻ സാറിന്റെ വിവാഹ നിശ്ചയമാ. സാറാണ് വരൻ. ഈ ശ്രീലക്ഷ്മിയാണ് കല്യാണ പെണ്ണ്. ഓ, അത് ശരി. ഈ രവിവർമ്മൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. വളരെ വളരെ വേണ്ടപ്പെട്ടയാള്. ഓ, ഞാൻ ദുബായിൽ നിന്ന് ഇപ്പൊ വന്നിറങ്ങിയതേ ഉള്ളൂ. അതാ നിശ്ചയത്തിന് ക്ഷണിക്കാൻ വിട്ടുപോയത്. സാറേ, വണ്ടി കുറച്ച് സ്പീഡിൽ വിടാൻ പറയൂ. എനിക്ക് നിശ്ചയം നടക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഈ നിശ്ചയം നടക്കാൻ പാടില്ല, അതുകൊണ്ടാ. അതെന്താ നടക്കാൻ പാടില്ലാത്തത്? എന്തു പറ്റി? ഈ നിശ്ചയം നടന്നാൽ രവിവർമ്മൻ സാറിന്റെ മരണം വരെ സംഭവിക്കും. അതാ ജോത്സ്യരുടെ കണ്ടെത്തൽ. ആ രവി, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ജോലി എളുപ്പമാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. ഈ നിശ്ചയം നീ ഭംഗിയായി നടത്തിയേ പറ്റൂ, ചാകാനായിട്ട്. അത് തടയാൻ നടക്കുന്ന ഈ മനുഷ്യനെ ഞാനങ്ങ് കൊണ്ടുപോവുക. ചെറിയൊരു കിഡ്നാപ്പിംഗ്. ജോസൂട്ടി, വണ്ടി നീയൊന്ന് സ്പീഡ് കൂട്ടിവിട്. നമ്മുടെ താവളം വഴി പോവാം. ആ ശരി. അതാ നീരേറ്റ് കോളനിയിലേക്കുള്ള ഷോർട്ട് കട്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഏയ്, തനിക്ക് ഒരു കുഴപ്പവും വരില്ല. ജയിലിലൊക്കെ ഇപ്പൊ നല്ല ഭക്ഷണമാ. എനിക്കതൊക്കെ നല്ല ശീലമാ. ശരി ബോസ്, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക്സ്. എന്റെ അമ്മോ, ഇയാളൊരുമാതിരി ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ പോലെയാണല്ലോ ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോ അറിയാം എന്തോ കുഴപ്പമുണ്ടാക്കാൻ പോവാണെന്ന്. അപ്പോ രാവിലെ തിരക്കിനിടയിൽ ആ കൊറിയർ പൊട്ടിച്ച് വായിച്ചിരിക്കാനിടയില്ല. അതാണ് നിശ്ചയം നടന്നിരിക്കുന്നത്. അതേതായാലും നന്നായി. ഈ വിവാഹം നടക്കുന്നത് നല്ലതല്ലേ? ആ തിരുമേനി പറഞ്ഞതുപോലെ ജോത്സ്യന്റെ പ്രവചനം നടക്കുകയാണെങ്കിൽ എന്റെ ജോലി എളുപ്പമായി. ദേവി മരിക്കും. കൊള്ളാം. ദൈവം പോലും അവന്റെ കൂടെ ഇല്ലെന്ന് ഉറപ്പായി. ഇനി ആ തിരുമേനിയെ വിരട്ടി വിട്ടേക്കാൻ പറ. അയാളെ ഈ നാട്ടിൽ കണ്ടാൽ കാല് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ മതി. പേടിച്ച് നാട് വിട്ടോളും. ശരി. കെട്ടിന് മുറുക്കം പോരാ, ഒന്നുകൂടെ അമർത്തി വേദനിപ്പിച്ച് മുറുക്കിക്കെട്ട്. ഇപ്പൊ വന്ന് വന്ന് ഈ വേദനയ്ക്കൊരു സുഖമാ.
രേഖ, ഇത്രയും വലിയ ഹോൾ നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാ നിനക്കെന്താ മനസ്സിലാവാത്തത്? ഏത് കൊടികെട്ടിയവന്റെ കല്യാണം ആയാലും ആളിന്റെയും ആർഭാടത്തിന്റെയും അളവ് കുറയ്ക്കാനാണ് ഗവൺമെന്റ് തീരുമാനം. സോറി, ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ദിവസത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ഹാളിൽ നടത്തേണ്ട ഡെക്കറേഷൻസാ. അപ്പൊ ഒരു ദിവസം മുന്നേ തന്നെ ഹാള് നമുക്ക് കിട്ടുകയും വേണം. ആ ഹോളിന് വേറെയും ബുക്കിംഗ് കാണില്ലേ? അഡ്വാൻസും കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ ചോദിച്ചാ വാട്ട് എവർ. ബ്രദർ ഇൻ ലോയെ കൊണ്ടൊരു കോള് ചെയ്യിച്ചാൽ എല്ലാം ഓക്കെ ആവും. നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചാ നമുക്ക് ബ്രദർ ഇൻ ലോയെ കൊണ്ട് വേണമെങ്കിൽ ആ ഹോളെ മേടിപ്പിക്കാം. എന്ത് പറയുന്നു ബ്രദർ ഇൻ ലോ? ഏയ് ബ്രദർ ഇൻ ലോ. എന്താ നെത്തിക്കുട്ടി? എക്സ്ക്യൂസ് മീ. രവി സർ, എനിക്ക് അർജന്റായിട്ട് സാറിനോടൊന്ന് സംസാരിക്കണം. ഏയ്, എന്താ ഇത് സാന്ദ്ര? ഞാൻ ബ്രദർ ഇൻ ലോയോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഇടയിൽ കയറി സംസാരിക്കുന്ന എന്തിനാ? അതല്ല മാം, സാർ നാളെ രാജനന്ദിനി ഫാബ്രിക്സിന്റെ ബോർഡ് മീറ്റിൽ പങ്കെടുക്കണമെന്ന് കോള് വന്നു. അതിനെക്കുറിച്ച് സാറിനോട് സംസാരിക്കാനായിട്ടാ ഞാൻ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബ്രദർ ഇൻ ലോ ഇന്നു മുതൽ ഓഫീസ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകില്ല. കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളില്ല. സോ നിന്റെ ജോലി ഇനി ബ്രദർ ഇൻ ലോയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതാണ്. അനിയത്തിക്കുട്ടി, കല്യാണമാണെന്ന് വെച്ച് ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ബ്രദർ ഇൻ ലോ, കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാ വിചാരം? എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യണം നമുക്ക്? തുണികൾ, ആഭരണങ്ങൾ, വെഡിംഗ് കാർഡ്സ് സെലക്ട് ചെയ്യണം, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഗസ്റ്റിന്റെ അക്കോമഡേഷൻ, മീഡിയ കവറേജ്, ഇതൊക്കെ മെയിൻ വർക്ക്സ് മാത്രമാ. ചെറിയ ചെറിയ വേറെ 100 കാര്യങ്ങളുണ്ട് ഇനിയും. രേഖ, നിന്റെ ഈ ആവേശം കണ്ടിട്ട് ചേട്ടായുടെ കല്യാണം ഒരു ഉത്സവം പോലെ പ്ലാൻ ചെയ്യുന്ന മട്ടാണല്ലോ. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ശുഭകാര്യമാണ് രവിയുടെ വിവാഹം. കുറച്ചൊക്കെ ആഘോഷമില്ലാതെ പിന്നെ എങ്ങനെയാ? കറക്റ്റ് മദർ ഇൻ ലോ. ഇനി ഓഫീസ് വർക്കുകളൊന്നും വേണ്ട ബ്രദർ ഇൻ ലോ. ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് സാന്ദ്രയോട് പറഞ്ഞേക്കെ. അതിന് ഇപ്പോഴേ എന്നെ എൻഗേജ് ആക്കിയാൽ വളരെ ബുദ്ധിമുട്ടാവും. ചേട്ടായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എൻഗേജ് ആയേ പറ്റൂ.